എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകരാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും പ്രത്യേകാൽ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി ഈ മാർച്ച് 11-ാം തീയതി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ലോക രാജ്യത്തിൻ്റെ സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ആമേ. കർത്താവിൻ്റെ വലിയ ദയ കൊണ്ട് ഇന്ന് പകലിൽ രാജ്യങ്ങളുടെ മേൽ കർത്താവ് അയക്കേണ്ടതിന് കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ പ്രഭാതത്തിൽ അല്പനിമിഷം ധ്യാനിപ്പാൻ മത്തായി സുവിശേഷം 19-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ അവരോട്, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാ പേരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ പോകുന്ന വിഷയം വരങ്ങളെ കുറിച്ചാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അവൻ അധികമായി കൃപ പകരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇന്ന് പകലിൽ വരങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെ വരമാണ് ദൈവം നമുക്ക് തരുന്നത്? ഒരു സ്നാനപ്പെട്ട ഒരു വ്യക്തി, അഭിഷേകം പ്രാപിച്ച വ്യക്തി, ജീവിത വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിനായി നിൽക്കുന്ന സഭയ്ക്ക് കീഴ്പ്പെട്ട്, അഭിഷക്തന്മാർക്ക് കീഴ്പ്പെട്ട്, അഭിഷക്ത ജനത്തിന് കീഴ്പ്പെട്ട് മുൻപിലോട്ട് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി രാവും കഠിനാധ്വാനം ചെയ്യുന്ന ഓരോ അഭിഷക്തന്മാർക്കും ദൈവം നൽകുന്നതാണ് ദൈവത്തിൻ്റെ വരങ്ങൾ. ഒത്തിരി വരങ്ങൾ നമുക്ക് വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഒത്തിരി വരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യെശയ്യാപ്രവാചകന്റെ പുസ്തകം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ വരങ്ങളുടെ വലിയ ഒരു ശേഖരം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണ്. യെശയ്യാവിൻ്റെ പുസ്തകം നമുക്കറിയാം. 11-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവ് കൊടുക്കുന്ന വരങ്ങൾ നമുക്കറിയാം. അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അപ്പോ ആരുടെ മേലെന്നറിയാമോ? അവൻ ഒരു കൊമ്പ് ഫലം കായ്ക്കും. അപ്പോൾ ഫലമുള്ളവർക്കാണ് വരമുള്ളത്. അവൻ ആലയത്തിലും ഒരു ഗുണവുമില്ല, ദേശത്തിന് ഒരു ഗുണവും ഇല്ലാത്തവന് വരം എങ്ങനെ കൊടുക്കും? അല്ലെങ്കിൽ എങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഒരിക്കലും വെറുതെ ഇരിക്കുന്നവനല്ല ദൈവം വരം കൊടുക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുന്നവനാ. വചനത്തിനകത്ത് അധ്വാനിക്കുന്നവനാണ് വരം ലഭിക്കുന്നത്. ആമേൻ. എല്ലാവർക്കും ദൈവം വരം കൊടുത്തിട്ടില്ല, പ്രാപിക്കാനും കഴിഞ്ഞിട്ടില്ല. ആമേൻ. വരം പ്രാപിക്കാൻ പണമോ വാചാതുര്യമോ ഭംഗിയോ വിദ്യാഭ്യാസമോ ഒന്നും വരത്തിൻ്റെ മുമ്പിൽ ആവശ്യമില്ല. വരം പ്രാപിക്കാൻ ഒന്ന് അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അപ്പോ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ദൈവം വരങ്ങളെ കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്താ ഇന്ന് പലർക്കും അഭിഷേകം കിട്ടാത്തത്? എന്താ പലർക്കും ആഗ്രഹിച്ചിട്ടും ദൈവത്തിന് സന്നിധിയിൽ കിട്ടാത്ത കാര്യം അറിയാമോ? അവർക്ക് ഇതിലൊന്നിലും നിൽക്കാൻ കഴിയുന്നില്ല. അവർ ഭൗതികമായ ചിന്തകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അവർ ഭൗതികമായ തലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനോ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഏറ്റെടുക്കുവാനോ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാനോ വചനം ഇടപെടാതെ ധ്യാനിക്കുവാനോ ഒന്നിനും അവർ കഴിയുന്നില്ല. സ്തോത്രം. അവരുടെ ചിന്ത നാളെ എങ്ങനെ ജീവിക്കാം, നാളെ എന്തൊക്കെ നമുക്ക് ക്രമീകരിക്കാം, നാളെ
ആമേൻ. നാളത്തെ ദിവസം നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്കൊന്ന് നോക്കണ്ടേ. ഈ ഒരു ചിന്തയല്ലാതെ എങ്ങനെ 10 പൈസ ഉണ്ടാക്കാം, ഇതല്ലാതെ ദൈവത്തിൻ്റെ മുൻപിൽ ആമേൻ ഒന്ന് താണിരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. വരവുള്ളവനെ കാണുമ്പോൾ അറിയാം. 2-ാമത്തെ വാക്യം നോക്കിയേ, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. കണ്ടോ? അപ്പോ ഒന്ന്, വചനത്തിൽ വേരൂന്നുന്ന ഒരു ദൈവപൈതന്റെ മേലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. വചനവുമായി ഒരു ബന്ധവുമില്ല. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആമേൻ. പള്ളിയിലെ സ്ഥാനമാനങ്ങളുണ്ട്. പള്ളിയിലെ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അടികളാണ്, കമ്മിറ്റികളാണ്, പ്രശ്നങ്ങളാണ്, ഇലക്ഷനുകളാണ്, ഒക്കെ എല്ലാം ഇരിക്കട്ടെ. പക്ഷേ ആമേൻ, കർത്താവ് എന്താ പറയുന്നറിയാമോ? താഴ്മയുള്ളവനെ കണ്ടുപിടിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്. എന്നാൽ നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു. സ്തോത്രം. സഭ ദൈവത്തിന്റെ ചങ്കില ചോരയാണ്. ആ ചങ്കില ചോരയ്ക്കകത്ത് കിടന്നും കൊണ്ട് ആമേൻ അടിവെക്കുന്നതും വടം വലിക്കുന്നതും ദൈവഹിതമല്ല. ആവസിക്കും. ആമേൻ. ആദ്യത്തെ ആത്മാവ് എന്നറിയാമോ? ജ്ഞാനത്തിൻ്റെയും, കണ്ടോ, 1-ാമത്തെ വരം ഏതാ? ജ്ഞാനത്തിന്റെ വരം. ആമേൻ. സ്തോത്രം. അപ്പൊ വരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചിലതൊക്കെ നമുക്ക് ആമേൻ കണ്ടുപിടിക്കാൻ കഴിയൂ. ഒരു വരവുമില്ല. പ്രാർത്ഥനാ വരവില്ല, പാടാനുള്ള വരവില്ല, വചനം വായിക്കാനുള്ള വരവില്ല, വചനം പ്രസംഗിക്കാനുള്ള വരവില്ല. പള്ളിക്കകത്ത് അടി പിടിക്കാനുള്ള വരമുണ്ട്. അടികൾ ആമേൻ നടത്താനുള്ള വരം. അത് ഏത് വരമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അയൽവാസിയുമായിട്ട് മിണ്ടിയിട്ട് മാസങ്ങളായി. അത് ഏത് വരമെന്ന് എനിക്കറിയത്തില്ല. പള്ളിയിൽ പോയാൽ കത്രുമേശ സമയത്ത് ഇറങ്ങി പുറത്തു പോകും. അത് ഏത് വരമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള വരം ഇതിനകത്തുണ്ടോ? സ്തോത്രം. അതാണോ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ രക്തവും മാംസവും ആ തലത്തിൽ പ്രാർത്ഥിച്ച് പുരോഹിതൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പൊക്കളെ. എനിക്ക് തോന്നുന്നു, ഞാനൊരു 3 വർഷം മുൻപ്, കൊറോണയ്ക്ക് മുമ്പെന്ന് തോന്നുന്നു, കത്രുമേശയ്ക്ക് ഞാൻ പോകുമ്പോൾ ആ കത്രുമേശ ഏകദേശം ഒരു 200-250 പേരോളം മുട്ടുമടക്കി കത്രുമേശ ഇരിക്കേണ്ടതാണ്. എല്ലാവരും മുഴങ്കാലിൽ നിൽക്കണമെന്ന് പറഞ്ഞ് അഭിഷക്തൻ ആമേൻ ആഹ്വാനം ചെയ്യുമ്പോൾ, കത്രുമേശകൾ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് സമയം തരുമ്പോൾ ആമേൻ കത്രുമേശയ്ക്കുള്ള എല്ലാ ദൈവമക്കളും ഒരു സ്റ്റെപ്പ് കൂടെ ഫ്രണ്ടിലോട്ട് കയറിയിരിക്കണം, ഇല്ലാത്തവർ ബാക്കിലോട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ആമേൻ ഞാൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് എണീക്കുമ്പോൾ ഞാൻ കണ്ടത് വെറും 15 പേര്. വെറും 15 പേരാണ് തിരുമേശിക്കിരുന്നത്. 200ഓളം പേരുള്ളവർ ബാക്കി എല്ലാവരും ആമേൻ മാറിപ്പോയി. കുറച്ചുപേർ ഇറങ്ങി പോവുകയും ചെയ്തു. ഇവർക്ക് പ്രാപിച്ച വരം ഏതാ? ഇവരുടെ മേൽ വ്യാപരിക്കുന്ന കൃപ ഏതാ? ഇവരുടെ മേൽ ആമേൻ പരിവർത്തിക്കുന്ന ആത്മാവേതാ? ശ്രദ്ധിക്കേണ്ടതാണ്. തിരുമേശയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നെങ്കിൽ അവന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവോ വരമോ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഇതിന് വലിയൊരു റിസർച്ച്, ഇതിനൊരു വലിയൊരു പഠനം തന്നെ ആവശ്യമാണ്. തിരുമേശയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അവർ പ്രാപിച്ച വരം ഏതാണ്? ആലയത്തിനകത്ത് കൃത്യസമയത്ത് വരാൻ കഴിയാതെ അവർ പ്രാപിച്ച വരമേത്? ഈ ദിവസങ്ങളിൽ ദൈവജനം ചിന്തിക്കണം, ഞാൻ ഇതിനകത്ത് ഉള്ളവനാണോ? നോക്കിയേ, ജ്ഞാനത്തിന്റെ വരം. അപ്പൊ ജ്ഞാനത്തിന്റെ വരമാണ് ആദ്യം പ്രാപിക്കേണ്ടത്. അതല്ലേ ശലോമോന് ദൈവം കൊടുത്തത്? ജ്ഞാനമാണ്. സ്തോത്രം. ആ ജ്ഞാനത്തിന്റെ വരം ഇനി ഇവനെ പോലെ ഇനി വേറൊരു ജ്ഞാനി ഇല്ല എന്ന ദൈവം പറഞ്ഞു, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ പ്രാപിച്ച വരം ഏതാണ്? ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് എന്നോട് പിന്നെയും പറയുന്നു, കൃത്യസമയത്ത് നിങ്ങൾ ആരാധന ആലയത്തിൽ പോകുന്നവരാണോ? സ്തോത്രം.
അല്ലെ ആരാധന കഴിഞ്ഞ ശേഷം ആരാധനയ്ക്ക് മുമ്പ് പോകുന്നവരാണോ, ആരാധന തുടങ്ങി ശേഷം നിങ്ങൾ പോകുന്നവരാണോ? പോകരുത് പ്ലീസ്. ആരാധന തുടങ്ങിയാൽ പള്ളിക്കകത്ത് കയറരുത്. അത് അരോചകമാണ്, അത് അലക്ഷ്യമാണ്, പാപമാണ്. ആരാധന മധ്യത്തിൽ കർത്താവ് ഇറങ്ങി നിൽക്കുക. ആരാധന തുടങ്ങും മുമ്പേ മുട്ടുമടക്കണം. ആരാധന തുടങ്ങി സാക്ഷ്യവും കഴിഞ്ഞ് ആമേൻ സ്തോത്ര കാഴ്ച ഇടാൻ സമയത്ത് ചെല്ലും. നിങ്ങളുടെ സ്തോത്ര കാഴ്ച അവിടെ വേണ്ടപ്പ. സഭയെ ദൈവം നോക്കിക്കോളും. എന്തിനാ ഈ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം പോകുന്നേ? അത് ഏത് വരവാ നിങ്ങൾ പ്രാപിച്ചേ? വരങ്ങളെ കുറിച്ച് അറിയണ്ടേ? ഇലക്ഷന് മാത്രം പോകുന്നവരുണ്ട് സഭയിൽ. അത് ഏത് വരമാ? കല്യാണങ്ങൾക്ക് മാത്രം പോകുന്ന വരം. അത് ഏത് വരമാ? ഇത് ഏതാ ആത്മാവ്? കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് സ്തോത്രം. നമ്മളിവിടെ 19-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഒരു വരത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇന്നുകൊണ്ട് ഈ പകൽ തീരുന്നില്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ. സ്തോത്രം. അവൻ അവരോട് വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ശരിയാ. സ്തോത്രം. താഴോട്ട് നിങ്ങൾ വായിക്കണം. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവർ ഉണ്ട്. മനുഷ്യർ ഷണ്ണന്മാരായി ഷണ്ണൻ ആയവരും ഉണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയവരും ഉണ്ട്. ആക്കിയ ഷണ്ണന്മാരും ഉണ്ട്. ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായോ? മനുഷ്യൻ ഷണ്ണൻ എന്ന് പറഞ്ഞ് കളിയാക്കി സ്ഥാപിക്കപ്പെട്ടവരും ഉണ്ട്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ഷണ്ണന്മാരും ഉണ്ട്. നിങ്ങൾ അധ്യായം ഫുള്ള് വായിച്ചോളൂ. പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം. അപ്പോൾ എന്താണ്? ഈ വചനം ഗ്രഹിക്കുന്നില്ല. വരം ലഭിച്ചവരല്ലാത്ത ആർക്കും ഈ വചനം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾ നിഷ്കളങ്കമായുള്ള ആത്മാവിനെ പ്രാപിച്ചില്ല എങ്കിൽ, എന്താ വിഷയത്തിനെ? നിഷ്കളങ്കമായുള്ള ആത്മാവ്. എൻ്റെ ദൈവവൈതലെ നിറയെ ആത്മാക്കളുള്ള രാജ്യമായത് നമ്മളുടെ ഭൂമിയാ. എന്തെല്ലാം ആത്മാക്കളുണ്ട്. ഇത് ഏതാ നിങ്ങൾ പ്രാപിച്ചത്? മനഃപൂർവ്വം ആലയത്തിൽ അടിയുണ്ടാക്കുന്ന ആത്മാവാണോ, അല്ലെങ്കിൽ അസൂയയുടെ ആത്മാവാണോ? ഹല്ലേലൂയ. നിങ്ങൾ ഏതാ പ്രാപിച്ചത്? ഹല്ലേലൂയ. അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിക്കും പോലെ അഭിഷക്തന്മാരെ ക്രൂശിക്കാനുള്ള ആത്മാവാണോ നിങ്ങൾ പ്രാപിച്ചത്? ഏതാ പ്രാപിച്ചത്? ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടതായുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി തന്ന ഞങ്ങളുടെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് പിന്നെ സംസാരിക്കണം, ഞങ്ങളെ പണിയണമേ, കൃപയിൽ മറയ്ക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.